നമസ്കാരം. ഇപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ കുറച്ച് കപ്പ മീൻ കറിയും കൂടി കഴിക്കാൻ. അപ്പോഴാണ് ഇപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ വരുമ്പോൾ മമ്മൂക്കയുടെ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ 4Kയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ തന്നെ നമുക്ക് ആ സിനിമയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പോൾ സിനിമ ഇപ്പോൾ റീ റിലീസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ റീ റിലീസിൻ്റെ ഒരുപാട് സിനിമകൾ വന്നുപോയി. മമ്മൂക്കയുടെ തന്നെ പാലേരി മാണിക്യം, വല്യാട്ടൻ, അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ വന്നുപോയി. അപ്പോൾ ഈ ഒരു സിനിമകളൊക്കെ മോഹൻലാലിൻ്റെ സ്ഫടികം എന്ന് പറയുന്ന സിനിമ 4Kയിൽ റീ റിലീസിന് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള കളക്ഷൻ, അത്ര ഒരു ബഡ്ജറ്റ് മമ്മൂക്കയുടെ സിനിമയ്ക്ക് നേടിയെടുക്കാൻ തിയേറ്ററുകളിൽ നിന്നും സാധിച്ചില്ല എന്നുള്ള പൊതുവെയുള്ളൊരു സംസാരമുണ്ട്. അപ്പോൾ ഇനി മമ്മൂക്കയുടെ ആരാധകർ ശരിക്കും കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂക്ക വരെ ഇത്തരം സിനിമകൾ റീ റിലീസ് വന്നപ്പോൾ അദ്ദേഹം പോലും ആ സിനിമകൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാതെയാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ വരാൻ പോകുന്ന വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഈ ഒരു സിനിമ, ചരിത്ര സിനിമ 4Kയിൽ റീ റിലീസിന് വരുമ്പോൾ മമ്മൂക്ക തന്നെയാണ് ആ സിനിമയുടെ ഒരു പ്രൊമോഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റീ റിലീസിന് വരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 7 സിനിമ തിയേറ്ററുകളിൽ റിലീസിന് എത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള നല്ല നല്ല സിനിമകളും മലയാളത്തിലെ സിനിമകളൊക്കെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ റീ റിലീസിൻ്റെ ഒരു ഇതിൽ മമ്മൂക്കയ്ക്ക് റീ റിലീസിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ റീ റിലീസിൻ്റെ കാര്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ റീ റിലീസ് ചെയ്തിട്ട് മമ്മൂക്കയുടെ സിനിമകൾ വിജയിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സിനിമ റീ റിലീസിന് മമ്മൂക്കയുടെ വരാൻ പോവുകയാണ്. വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ അന്ന് കാണാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. മിസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ 2ാം വാരം കടന്നപ്പോൾ നല്ല രീതിയിൽ ഒരു അഭിപ്രായം കിട്ടിയതുകൊണ്ട് ഇപ്പോഴും 185-ലധികം സ്ക്രീനുകളിൽ ആ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. ഡൊമിനിക് കണ്ടവരാണെങ്കിൽ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. ഒപ്പം തന്നെ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് വെയിറ്റിംഗ് ആണെങ്കിൽ അതും കൂടി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.